ഇന്ന് ഞാൻ ജുബൈൽ സിറ്റി സെൻറ്ററിലാണുള്ളത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജുബൈലിലെ സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന വഴിയിലാണ്. ജസ്റ്റ് ഫ്യൂ മീറ്റേഴ്സ് എവേ ഫ്രം സിറ്റി സെൻറ്റർ. ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് നാഷണൽ ഡേക്ക് ഫ്ലാഗ് ഉയർത്തുന്ന കൊടിമരമാണ് കാണുന്നത് കേട്ടോ. വലിയ കൊടിമരം, ഏതാണ്ട് 150 മീറ്ററോളം ഉയരമുള്ളതാണ്. അതിൽ നാഷണൽ ഡേക്ക് വലിയ ഫ്ലാഗ് അവർ ഉയർത്തും കേട്ടോ. ആ ഫ്ലാഗ് ഉയർത്തുമ്പോഴത്തേക്കും വലിയ രീതിയിൽ പറന്ന് കളിക്കും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അതുകൊണ്ടാണ് അവർ, വലിയ ഫ്ലാഗ് ആയതുകൊണ്ടാണ് അവർ ഊരി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഡേക്കും അല്ലാത്ത വല്ല സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമേ അവിടെ ഫ്ലാഗ് അവർ ഉയർത്താറുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നത് ഇത് ഇവിടുത്തെ ജുബൈലിലെ ബലദിയയുടെ ഓഫീസാണ് ഇങ്ങനെ കാണുന്നത്. അതുപോലെ ഈ സൈഡിൽ കാണുന്നത് ജുബൈൽ മോളാണ്. ഇതാണ് ജുബൈൽ മോൾ കേട്ടോ. ഇത് ജുബൈൽ മോളാണ് കാണുന്നത്. ഇനിയിപ്പം വീണ്ടും ഈ പുറകിൽ ഇങ്ങനെ കാണാൻ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്. ഇത് നെസ്റ്റോയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും നമ്മൾ നെസ്റ്റോയ്ക്ക് അകത്തേക്ക് പോകുന്നില്ല, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നത് ജുബൈൽ മോളാണ്, ഞാൻ പറഞ്ഞല്ലോ. ഈ കാണുന്നതാണ് കൊടിമരം, ഇവിടുത്തെ ഏറ്റവും വലിയ കൊടിമരം. ഏതാണ്ട് 150 മീറ്റേഴ്സോളം ഉണ്ട് കേട്ടോ. ഇത് ഈ റൗണ്ട് അബൌട്ടിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നാഷണൽ ഡേക്ക് അവിടെ വലിയ പതാക ഉയർത്തും കേട്ടോ. അതുപോലെ ഈ കാണുന്നത് ജുബൈലിലെ ബലദിയാണ്, അതായത് മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ പുറകിൽ ഇനി കാണുന്നത് ഇത് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ഇനി ജുബൈൽ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് കൊടിമരം കണ്ടോ. നല്ല ലെങ്ത് ഉണ്ട് ഈ കൊടിമരത്തിന്. ഈ റൗണ്ട് അബൌട്ടിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നാഷണൽ ഡേക്കും അല്ലാത്ത ചില പ്രത്യേക ഒക്കേഷനിലും നല്ല വലിയ കൊടി നാട്ടും. ആ കൊടി ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ദേശീയ പതാകയാണ് ഇവിടെ ഉയർത്താറ് കേട്ടോ. നല്ല രസമുണ്ടാവും ഇപ്പോൾ ഒന്ന് കാണാൻ. ഈ കാണുന്നതാണ് ജുബൈലിലെ ബലദിയയുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കേട്ടോ. ഈ സൈഡിലും കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കളിക്കോപ്പുകളുണ്ട്. ഇവിടെ കാണുന്ന എല്ലാം കുട്ടികളുടെ കളിക്കോപ്പുകളാണ്. അതുപോലെ ഈ പാർക്കിനെ ചുറ്റി ഇങ്ങനെ നടക്കാം. ഏതാണ്ട് നടന്നു വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു കിലോമീറ്ററിന് കൂടുതലുണ്ട്. പാർക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം പച്ചപ്പാണ് കാണുന്നത്. അതൊക്കെ നിറച്ച് പുല്ലൊക്കെ ഇട്ട് അതിനെ പുല്ലിനെല്ലാം നല്ലതുപോലെ സൂക്ഷിച്ച് വെള്ളമൊക്കെ പമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഈ രണ്ട് കോർണറിലും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അതും ഇതൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് പഴയ ജുബൈലിലെ കോടതിയാണ്. ഇപ്പോൾ കോടതി ഇവിടെ അല്ല, ഇവിടെ നിന്ന് കോടതി മാറ്റി. ഇതുപോലെ ഇത് ബലദിയ, അതായത് മുനിസിപ്പാലിറ്റിയാണ്. അതിൻ്റെ മറ്റൊരു സൈഡാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അതുപോലെ ഇവിടെ ഇതിൻ്റെ അടുത്ത കോർണറിൽ വലിയൊരു പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ ഈ ആൾക്കാർ ചായയും കോഫിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ പാർക്കിനകത്ത് വിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ 1100 മീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടേക്ക് അവസാനിക്കുമ്പോഴത്തേക്ക് 1100 മീറ്റർ, 1 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഈ പാർക്ക് ചുറ്റി നടന്നു വരുമ്പോഴത്തേക്ക്. ഇപ്പം വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇവിടെ നടക്കാൻ ശരിക്കും ആൾക്കാരുണ്ട്. ഇപ്പം കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അത് കാരണം ഇവിടെ നടക്കാൻ ഇപ്പോഴൊന്നും ആരും ഉണ്ടാവില്ല. ഈവനിങ്ങിൽ ആൾക്കാരുണ്ടാവും, എന്നാലും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഫ്രൂട്ട്സ്, മീറ്റ് മാർക്കറ്റ് ഒക്കെ കാണുന്ന കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെയും കൂടെ കുറേ ഒരു സീൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് മീറ്റ് മാർക്കറ്റ് കേട്ടോ. ഇവിടെ മീറ്റ് മാർക്കറ്റ്, അത് ഈ കാണുന്നത് ഫിഷ് മാർക്കറ്റ്, ആ കാണുന്നത് വെജിറ്റബിൾ മാർക്കറ്റ്. ഇങ്ങനെ 3 മാർക്കറ്റാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നോക്കിയ പാർക്കിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്
ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ നടക്കാൻ തുടങ്ങുക. ഇവിടെ ദേ കണ്ട നിങ്ങൾക്ക് കാണാം, ഇവിടെ 200 മീറ്റർ. ഇവിടെ നിന്ന് നടന്ന് ഒരു റൗണ്ട് ചുറ്റി വരുമ്പോഴാണ് ഞാൻ ആ കാണിച്ച നേരത്തെയുള്ള സ്ഥലം, അതായത് 1100 മീറ്റർ. മൊത്തം പാർക്കിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1100 മീറ്ററാണ്. അത് കാരണം ഒരു 2-3 റൗണ്ടൊക്കെ ഒരു ദിവസം അടിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ നടത്തയുടെ ലിമിറ്റ് കഴിയും. ഈ കാണുന്നതാണ് പള്ളി കേട്ടോ. ഒരു കോർണറിലാണ് ആ പള്ളി കാണുന്നത്. ഇതും ബലദിയയുടെ പള്ളിയാണ് കേട്ടോ. നല്ല തിരക്കാണ്. ജുമായക്കൊക്കെ ഇവിടെ നമസ്കരിക്കാൻ ആൾക്കാർ ശരിക്കും വരും. വലിയ പള്ളിയാണ്. ശരിക്കും സൗകര്യങ്ങളും ഉണ്ട്. നോക്കിയാൽ പാർക്ക് വളരെ ഗ്രീനാണ്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കാലാവസ്ഥ ചൂടായതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പകലൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. ആൾക്കാർ ഒത്തിരി ഉണ്ടാവും ഇവിടെ ഇരിക്കാനും. വൈകുന്നേരങ്ങളിൽ നടക്കാനും അതിനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വരുന്നു. കുട്ടികളിലൂടെ കളിക്കുകയും മുതിർന്നവർ നടക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നല്ല സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടെ വിദേശികളാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലും റോയൽ കമ്മീഷനിലും അവിടെയൊക്കെ അറബ്സ് കൂടുതൽ പോകുമ്പോൾ ഇവിടെ വിദേശികളാണ് വരുന്നത്. ഇവിടെ അതുപോലെ വേറൊരു കോർണറിൽ ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പെഷ്യൽ ഡേയ്സിൽ ഇവിടെ പലവിധ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മൾ ഫിഷ് മാർക്കറ്റും മീറ്റ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് വെജിറ്റബിളും ഇതൊക്കെ കടകൾക്കകത്തിട്ടാണ് വിൽക്കുന്നത്. കുറച്ച് തണുപ്പ് സമയമായി കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തെടുത്തിട്ട് വെളിയിൽ ആയിരിക്കും ഇതിൻ്റെ കച്ചവടം നടക്കുക. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. ഇവിടെ ഈവനിങ്ങിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിള്, ടോയ്സ് ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും കേട്ടോ. അത് ഈ സൈഡിലാണ് ഇതുണ്ടാവുക. ഇപ്പോൾ അതുകൂടെ കാണുന്നില്ല. ഇതൊക്കെ ഒരു വണ്ടിയിലാണ് അവർ കൊണ്ടുവരിക. ഈ കാണുന്ന ഫുട്പാത്തിൽ കുട്ടികളിങ്ങനെ സൈക്കിൾ ചവിട്ടി കളിക്കും. അകത്തല്ല, ഈ പുറത്ത് കാണുന്ന ഫുട്പാത്തിൽ. ഇത് ഇവിടെ ഒരു ഫുട്പാത്ത് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഈ ഔട്ട് സൈഡിൽ സൈക്കിൾ ഓട്ടുകയും സൈക്കിൾ ഓടിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്ക്. അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും എല്ലാം ഉണ്ട്. എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ചീത്തയാക്കി കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നല്ല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ മരങ്ങളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇനി കൂടുതൽ മരങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഇതാണ് ജുബൈലിലെ പഴയ കോടതി കേട്ടോ. ഇപ്പോൾ പുതിയ കോടതി കുറച്ച് ദൂരെയാണ്. എന്തായാലും പുതിയ കോടതി നമുക്ക് കാണിക്കാനുള്ള നിർവാഹമില്ല. ഇതിപ്പോൾ പഴയ കോടതി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഇതും ഈ ബലദിയയുടെ, അതായത് മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്താണ്, ഫിഷ് മാർക്കറ്റിൻ്റെയൊക്കെ അടുത്താണ് വരുന്നത്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ഈ പാർക്കിനോട് ചേർന്ന് കോർണറിലുള്ള മസ്ജിദ് ഞാൻ നേരത്തെ നിങ്ങളുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇത് ഒരു സൈഡിൽ നിന്ന് നടന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 800 മീറ്റർ ആകുമ്പോഴാണ് ഇവിടെ മസ്ജിദ് കേട്ടോ. ഇത് കോർണിഷിലാണ്, കടലിനോട് തൊട്ടടുത്താണ്. നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നത് കടലാണ് കേട്ടോ. ഈ കാണുന്നത് കടലാണ് കോർണിഷ്. അവിടെ മറ്റുള്ള കോർണിഷ് പോലെ അത്രത്തോളം അടിപൊളിയൊന്നുമല്ല. എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് ഫിഷ് മാർക്കറ്റും ഫിഷിംഗ് ഹാർബറും ഒക്കെയാണ്. ഇനി നമ്മളൊരു ദിവസം ഫിഷിംഗ് ഹാർബറിലേക്ക് പോകണം. അവിടേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഫിഷിംഗ് ഹാർബറിലേക്ക് ഒരു ദിവസം പോയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിറച്ച് നമ്മുടെ നാട്ടുകാരൊക്കെയാണ് അവിടെ ഫിഷിങ്ങിനുള്ളത്. അതായത് തമിഴ്നാട്, കേരളം മൊത്തം കേട്ടോ. തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇതാണ് ജുബൈലിലെ ഒരു മെയിൻ സ്ട്രീറ്റ്, ജിദ്ദ സ്ട്രീറ്റ് കേട്ടോ. ഈ കാണുന്നതാണ് ജിദ്ദ സ്ട്രീറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജുബൈൽ സെൻറ്ററിൽ നിന്നുള്ള റോഡാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ജിദ്ദ സ്ട്രീറ്റിലേക്ക് വന്ന് ഇതിങ്ങനെ നേരെ പോകുന്നത് കഫ്ജിയിലേക്ക് അല്ലെങ്കിൽ കുവൈറ്റിലേക്കുള്ള റോഡാണ്. ഈ സ്ട്രൈറ്റ് മുന്നിലേക്ക് പോകുന്ന റോഡ് കഫ്ജിയിലേക്കും കുവൈറ്റിലേക്കും പോകുന്ന റോഡാണ് കേട്ടോ. ജുബൈൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കഫ്ജിയിലേക്കും കുവൈറ്റിലേക്കും പോകാൻ പറ്റും ഈ റോഡ്. അവിടെ കാണുന്നതൊക്കെ സ്വർണ്ണക്കടകളാണ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ കാണുന്ന സ്വർണ്ണക്കടകളാണ്. മലക്ക്,
മലബാർ ജുവല്ലറി ഇങ്ങനെ കാണും. ഇതിൻ്റെ അകത്തേക്ക് റൈറ്റിലേക്ക് പോയാൽ മൊത്തം സ്വർണ്ണക്കടകളുടെ സ്ട്രീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതാണ് ഗോൾഡ് സ്ട്രീറ്റ് കേട്ടാ. ഈ കാണുന്നത് മൊത്തം ഗോൾഡ് സൂക്കാണ്. ഇതെല്ലാം സ്വർണ്ണക്കടകളാണ്. അപ്പോൾ ഇതിപ്പോൾ പകലായതുകൊണ്ടും ഉച്ച സമയമായതുകൊണ്ടും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം തുറക്കും കേട്ടോ. ഈ കാണുന്ന സ്ട്രേറ്റ് ഫുള്ള് ലെഫ്റ്റ് റൈറ്റ് എല്ലാം സ്വർണ്ണക്കടകളാണ്. കുറേ മാത്രം സ്വർണ്ണക്കടകളുണ്ട്. ഇങ്ങനെ കാണുന്നതെല്ലാം ഇത് മൊത്തം സ്വർണ്ണക്കടയാണ്. എല്ലാം അടഞ്ഞു കിടക്കുക. അത് കാരണം ഇവിടെ സെക്യൂരിറ്റിയും കൂടുതലാണ് കേട്ടോ. ഹൈ സെക്യൂരിറ്റിയാണ്. എല്ലായിടത്തും CCTV ക്യാമറയൊക്കെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് വലിയ ഇഷ്യൂ ആണ്. കാരണം വാഹനങ്ങൾ ഇട്ടിട്ട് എങ്ങും പോകാനും പറ്റില്ല. ആകെ ഒരു സ്വർണ്ണക്കട മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം അടച്ചിരിക്കുക. ഉച്ച സമയമായത് കാരണം. അതും ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം ആകുമ്പോൾ എല്ലായിടം തുറക്കും. ഇതിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് ആ കണ്ടെയ്നർ ഇങ്ങനെ കാണുന്നില്ലേ, അത് ജുബൈലിൽ കൊമേഴ്സ്യൽ പോർട്ടാണ്. അതിൻ്റെ കണ്ടെയ്നർ ടെർമിനലാണ് കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, ജുബൈൽ കൊമേഴ്സ്യൽ പോർട്ടിൽ പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിലിൽ നിന്ന് തരംതിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന നോക്കിയാൽ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ക്യൂബ്സാണ്. അതിങ്ങനെ കീസിലാക്കിയിട്ട് കിൻഡൽ കണക്കിനുണ്ട് നോക്കി ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റി വിടുകയാണ്. അത് കണ്ടെയ്നറിൽ കയറ്റിയും ഷിപ്പിൽ കയറ്റിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. മൊത്തം പ്ലാസ്റ്റിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ പോർട്ടിൻ്റെ ഒരു 50% സ്ഥലത്തോളം പ്ലാസ്റ്റിക് ഇങ്ങനെ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം വിദേശ രാജ്യങ്ങളിൽ എത്രത്തോളം ഈ പ്ലാസ്റ്റിക്കിന് പ്രിയം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, ഒരു രക്ഷയില്ല. ആവശ്യം പോലെ ക്വാണ്ടിറ്റി ഉണ്ട്. കൊണ്ട് ഇറക്കി വെച്ചിരിക്കും. കണ്ടെയ്നറുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ട് ഇറക്കുന്നുണ്ട് ഫാക്ടറീസിൽ നിന്ന് ഇങ്ങനെ. ഓക്കെ, അകത്തുള്ള പ്ലാന്റുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഈ പ്ലാസ്റ്റിക്. ഒക്കെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇതാണ് ജുബൈൽ സിറ്റി സെൻറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ജുബൈൽ സിറ്റി സെൻറ്ററിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത് തന്നെ. ഒന്നും പുതിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. അപ്പോൾ പലതിയായി ഇങ്ങനെ നോട്ടീസൊക്കെ കൊടുത്തിട്ട് പുതുക്കിയൊക്കെ പണിയുന്നുണ്ട് പല സ്ഥലത്തും. അല്ലേ, ഇതാണ് ജുബൈൽ സിറ്റി സെൻറ്റർ. ഇവിടുത്തെ ഇങ്ങനെ കാണുന്നുണ്ടോ, ഇവിടെ കുറേ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഈ ജുബൈലിലുള്ളത് കേട്ടോ. കൂടുതലും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. പിന്നെ മറ്റുള്ള രാജ്യക്കാരൊക്കെ ഉണ്ട്, എന്നാലും ഇവിടെ മെജോറിറ്റി ഇന്ത്യൻസിനാണ്. ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 6,000 7,000 മേളിൽ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് തീരുകയാണ് ഈ സിറ്റി സെൻറ്റർ കേട്ടോ. ജുബൈൽ സിറ്റി സെൻറ്റർ ഇങ്ങനെ തീരുകയാണ്. എൻ്റെ വലത് സൈഡിൽ ഇങ്ങോട്ട് കാണുന്നത് ജിദ്ദ സ്ട്രീറ്റാണ്, ലെഫ്റ്റ് സൈഡിലും ജിദ്ദ സ്ട്രീറ്റാണ്. അപ്പോൾ നിങ്ങൾ ജുബൈലിലെ സിറ്റി സെൻറ്റർ കണ്ടല്ലോ. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയായി നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺ. ബൈ, ടേക്ക് കെയർ.